ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷാജി എന്താ കടയിൽ പോയി വന്നപ്പോ മുട്ട ഉണ്ടെന്ന്. അപ്പൊ 10 പക്ഷെ 10 ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ അതിലേറെ ഉണ്ട് കണ്ടിട്ടേ. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് നല്ല ഇന്ന് രാവിലെയൊക്കെ മഴയുന്നു. പകലാണ് പെയ്യാത്തത്. മഴ പെയ്തിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. 4 ചൂടെടുക്കാണ്. അപ്പൊ ഇതാക്കണ് എന്തൊക്കെ വർത്താനം പറഞ്ഞോടക്കേ, കുറച്ചിരുന്ന് വർത്താനം പറഞ്ഞോടക്കേ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടില്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ, കൊച്ചു ബെൽബട്ടനെ അടിച്ചമർത്തി പോവാട്ടോ. അപ്പൊ നമ്മൾ ഇതാക്കണ ഇങ്ങനെ ഐസ് വയ്ക്കണ വീഡിയോ ആണ്. പവന് വാങ്ങിക്കൊണ്ടത് മൂപ്പന ഐസ് ഒരു എത്ര കൊറേ മാങ്ങന്റെ നിങ്ങള് തോട്ടത്തുനിന്ന് ആനനെയൊക്കെ കണ്ട്, നിങ്ങൾ അടുത്തുനിന്ന് ആനനെ കണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ആനനെ കണ്ടത് പറയാനൊന്നുമില്ല. ആനനെ കണ്ടത് കാട്ടാനുള്ളൂ. പാഞ്ഞിട്ട് പുല്ലും കൂടി മുളക്കൂല. ഞാൻ പാഞ്ഞോട്ട് ഇന്നോട്ട് കൂടെ ആനനെ കണ്ടിട്ട് നിങ്ങളൊക്കെ ആണെങ്കിൽ ചത്തു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആനനെ അത്ര ഫ്രണ്ടിന്ന് ഇങ്ങനെ കാണുമ്പോ കണ്ടിട്ടില്ലേനി? കാണൂല. ആന അത്ര വലിയ ജീവിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നമ്മളങ്ങനെ കാണൂല. ആന ഏറ്റവും ചെറിയ എന്തെങ്കിലും മരത്തിൽ എന്തെങ്കിലും ഇങ്ങനെ നിൽക്കണമായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്തോ കാലിട്ട് വെച്ച് കാണാൻ എന്തോ ചവിട്ടിയപ്പോ എന്തോ ചവിട്ട പൂട്ടിന് വെച്ചിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ആനങ്ങനെ നടന്നിങ്ങനെ അതിന്റെ മുന്നിൽ കൂടെ ചെല്ലുന്നത്, മുന്നിൽ കൂടെ ഇങ്ങനെ അതിന്റെ അടുത്തടുത്ത് ഇങ്ങനെ ചെല്ലുന്നത് നോക്കി നിൽക്കണം ആന. ഐസ് ഇതുവരെ ഇവിടെ കുത്തുന്ന വർത്താനം പറഞ്ഞേനി. പോയി ആനന്റെ കാര്യം പറഞ്ഞു തീർക്കണേ. ഇല്ലല്ല, ആന അവിടെ ഉണ്ട്. പക്ഷെ എന്ത് കണ്ടില്ല. ഐറ്റങ്ങൾ അവിടുന്ന് പോണില്ലേ. ആദ്യം പാഞ്ഞോടത്ത് കൂടെ പുല്ല് വരെ മുളക്കൂല. ഇന്നുണ്ട് അവിടെ. ഇന്നിവിടെ എങ്ങനെയാണ്? ഇന്ന് വേളമ്പിലാക്കോടുണ്ട്. വേളമ്പിലാക്കോട് മറ്റേ സുലൈമാക്കാന്റെ കുഞ്ഞാപ്പൂന്റെ ഒക്കെ വേണ്ട അവിടെ ഉണ്ട് രാവിലെ. കുഞ്ഞാപ്പൂന്റെ വേണ്ട അവിടെ അല്ലേ? സുബൈദാത്താനൊക്കെ ആവാത്ത്. അതിന്റെ ബാക്ക് തന്നെയാണ് നമ്മളെ തോട്ടേ. ബാക്ക് സൈഡേ നമ്മളിങ്ങനെ കറങ്ങി വരുന്നുള്ളൂ. ഇതവിടെ കണ്ടോ, ഒരാൾ ഐസ് നിങ്ങാണ്ട് ആനന്റെ വർത്താനം കേട്ടുകാണ്ട് ഇങ്ങനെ നിക്കാണ്. കുട്ടിക്കാലത്തൊക്കെ സ്കൂൾക്ക് പോണേന്റെ ഐസ് വാങ്ങി തന്നാനാ. 25 പൈസ 50 പൈസയൊക്കെയാണ് ഐസിന്. അത് ഇതേമാതിരി മധുരമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു മധുരം അങ്ങനെ ഉണ്ടാവും. പിന്നെ പച്ചവെള്ളമായ കാരണം വള്ളത്തിന് എന്നിട്ട് മറ്റേ നടന്ന ഒച്ചിരിങ്ങനെ വരും. ഇപ്പൊ 25 പൈസക്ക് ഒന്നും കിട്ടൂലേ. ഇപ്പൊ 25 പൈസക്കൊന്നും പറ്റൂല. ഇപ്പൊ 25 പൈസക്ക് 50 പൈസ മറ്റേ പിച്ചക്കാർക്ക് കൊടുത്താൽ വാങ്ങൂല. ഒരു സേമിയനൊക്കെ ഇട്ടുങ്ങാണ്ടുണ്ടാവും. പക്ഷെ ഈ മധുരം ഒന്നും ഉണ്ടാവില്ല. ഈ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ടേസ്റ്റ് അല്ല, അന്നത്തെ കാലഘട്ടത്തിന്റേതാണ് സംഭവ രസം. ഐസ് തിന്നാല് പിന്നെന്താ ഉണ്ടാകുക? ലാസ്റ്റ് എന്താ കിട്ടുക? ഐസ് ലാസ്റ്റ് ഒരു കോലിട്ടു. ഐസ് തിന്നാ ലാസ്റ്റ് എന്താ അറിയാ കിട്ടുക? കോല്. മുല്ലപ്പൂ വിരിയാട്ടോ ആടകള്. അതിന്റെ വാസന ഉണ്ടോ, വിരിയുന്നുണ്ടേ. ഇന്ന് കൊറേ കണ്ടിട്ട് ഇന്നലെ എനിക്ക് 4 കിട്ടി. ഇന്ന് രാവിലെ 4 കിട്ടിയത്. ഇന്നുണ്ടോ നിറച്ച് വിരിയുന്നുണ്ട്. എന്ത് നല്ല അടിപൊളി മഴ പെയ്തു.
ഇന്ന് രാവിലെ ഇല്ലേനോ? രാവിലത്തെ കാര്യം തന്നെയാണ്. രാവിലെ അല്ലത് പെരച്ചക്ക് 2 മണിക്കോ 3 മണിക്കോ 2 മണിക്കോ തുടങ്ങിയിട്ടുള്ളതാ മഴ. പെരച്ച 3-4 മണി വരെ പെയ്തു. ഞാൻ രാവിലെ ഞാൻ അതിന്റെ അടിയിൽ എപ്പോഴോ ഒരു വട്ടം ഉണർന്നപ്പോണ്ട് ഫാന് കറങ്ങണ ഒച്ചയാണോ വെച്ചാൽ അറിയില്ല, മഴ പക്ഷെ അങ്ങനെ തുള്ളിയുടെ ഒച്ച അങ്ങനെ കേൾക്കണം. അപ്പൊ ഉറപ്പിച്ചു മഴ ഉണ്ട്. പക്ഷെ മഴ കുറെ നേരം നിന്ന് പെയ്യുന്നുണ്ട്. മുല്ലപ്പൂവേ ആദ്യം എങ്ങനെ അറിയാം, മുല്ലപ്പൂവ് വിരിയണത് നോക്കിങ്ങാണ്ട് റിനുവിനെ ഞങ്ങൾക്ക് അറിയില്ലേ? റിനു കാത്ത് ഉറങ്ങാതെ റിനു കാത്ത് അവിടെ ഉണ്ടാവില്ല, നമ്മളെ കുഞ്ഞാളുണ്ടാവും കൊറേ മുല്ലപ്പൂ. എന്നിട്ട് ഇവള് ഈ മുല്ലപ്പൂവിന് ഇങ്ങനെ ആയിട്ട് കുഞ്ഞാടവിടെ കൊണ്ടുവന്നിങ്ങാണ്ട് നിറച്ച് നമ്മളെ പെരന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പൊക്ക് വേണ്ടി കുഴിച്ചിടുന്നുണ്ട്. വലിയ മാളുവിന്റെ അവിടെ വലിയ മാളുവിന്റെ ആരെയും കട്ടറച്ചോണ്ട് ഉറക്കുണ്ടാവൂല. അതേ അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഇവിടെ മുല്ലപ്പൂ ഇങ്ങനെ കാണുമ്പോൾ അതേമാതിരി മറ്റേ എറമ്പിലാപ്പോടും കണ്ടില്ലേ, നിറച്ച് മുല്ലപ്പൂവാ. ഇത് കുട്ടികള് പറിച്ചോണ്ടുപോകും ചെയ്യേ. കാവലെത്തിരുന്നാല് ഉണ്ടാകാൻ മെനക്കെട്ട അത് മതി. അത് ഇത്ര വറ്റല്ലേ മതി. അർത്ഥണ്ടാവുമല്ലേ ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത കാര്യം ഉണ്ടാവും. മുല്ലപ്പൂ കണ്ട അങ്ങനെ വിചാരിച്ചു. പക്ഷെ കുഞ്ഞാള് എന്നിട്ട് ആ വെയില് നമ്മളെ അതിരിന്റെ അതിലൊക്കെ കൊണ്ടുവന്നിങ്ങാണ്ട് കുഴിച്ചിട്ടീന്. കല്യാണത്തിന് ചോറൊക്കെ ഒരുപാട് ബാക്കിയായിരുന്നു. ഒന്നുകാട്ട് പോകണം വിചാരിച്ചു. പക്ഷെ അപ്പൊ അതിന് ചൊറക്കുന്നേ അവിടെ കടന്ന് ചേട്ടനോട് വരാന്നൊക്കെ പറഞ്ഞു പോന്നല്ലേ. എന്നാ ചോറുണ്ടോന്നൂടേനു കൊറേ ബാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാളെന്താ ഇവിടെ വെച്ച ഐസിന്റെ കവറൊക്കെ കൊണ്ടുപോയി വെച്ച് ഉറുമ്പ് വരും. നിറച്ച് ഉറുമ്പുക്കള് നിറച്ച് ഉറുമ്പുക്കൾ ഇങ്ങനെ വരും. ഉറുമ്പുക്കൾ വന്ന ശത്രുക്കൾ ഉണ്ടായിട്ട് ഉറുമ്പുക്കൾ വരുന്ന ശത്രുക്കൾ ഉണ്ടായിട്ടല്ല, ഉറുമ്പുക്കൾ വരുന്ന ഉറുമ്പുക്ക് വരാൻ തോന്നിയിട്ടാണ്. അല്ലേ ഉറുമ്പ് വന്നാലും ശത്രുക്കൾക്ക് നമ്മളെ അടുത്ത് കടക്കാനൊരു പേടി ഉണ്ടാവും പറയും. ജീവിച്ചാൻ പറ്റും. നമ്മക്കറിയല്ലേ, നമ്മളാരടുത്തേക്കും ശത്രുവിനൊന്നും പോണില്ല. ഉറുമ്പ് വരുന്നത് ഉറുമ്പിന്റെ അതിലേക്ക് ഈ വെയിലിന്റെ ചൂടായിട്ടേ തണുപ്പേടെ നോക്കി നടക്കാനായിട്ടാണ്. അജായി ചൂടല്ലേ. ഇനി മഴ പെയ്ത് കണ്ട് ഉഷാറായി കഴിഞ്ഞാൽ പോവും. അപ്പോഴേക്ക് എവിടെ നിൽക്കാൻ റിയ മക്രോണി ഉണ്ടാക്കുന്നുണ്ടോ? മക്രോണി അല്ല, മക്രോണി പാസ്തേ മാർക്കോണി അതെ. ഇന്നലത്തെ നല്ല ടേസ്റ്റ് ആയില്ലേ? ഇന്നലെ നല്ല അടിപൊളി സൂപ്പറായിരുന്നു. ഞാൻ എന്നിട്ട് രാവിലെ അതന്നെ കഴിച്ചത്. ഓള് കുക്ക് ചെയ്യാൻ പഠിച്ചേ. മീനില്ല, അല്ല ചിക്കനും ഇതൊന്നുമില്ല. അപ്പൊ നമുക്ക് മുട്ട ആംപ്ലേറ്റ് അടിക്കാം. ഓള് ചോറ് കഴിച്ചു കഴിഞ്ഞു. അതിൽ ആ ഉപ്പ് ഇത് വെച്ചുണ്ട്, അച്ചാറും ഉണ്ട്. ഇനി മുട്ട ആംപ്ലേറ്റ് അടിക്കലൊന്നുമില്ല. എല്ലാരും ഉപ്പേരിയുണ്ട്. 2 മുട്ടയും കൂടി ആംപ്ലേറ്റ് അതേമാതിരി ഇതില് നോക്കിയാ മറ്റേ ഉള്ളിയൊന്നും ഇടരുത്. കുറച്ച് കുരുമുളക് കൂടി മാത്രം ഇട്ടാ മതി. ഓംപ്ലേറ്റ് ചെയ്യാം. പിന്നെ അങ്ങനെ നല്ല ആളാ. ഞാൻ കേട്ടെ ഇണ്ടാക്കിയാ മതി. കച്ചി തിന്നേരും. നിങ്ങൾ ഉണ്ടാക്കിയാലാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുരുമുളകും പൊടിയൊക്കെ ഇട്ട് അറിയില്ല. നോക്കിയാ അനക്കാ മുല്ലപ്പൂ കണ്ടിട്ടൊന്നും ഒരു ഇത് വരുന്നില്ലല്ലോ റിയ? ഉണ്ടോ? മറ്റേ നോക്കിയാ കാലിങ്ങോട്ട് കയറ്റി വെച്ചിങ്ങാണ്ട് ആ മുന്നിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് റിനുവേ ഉറക്കുണ്ടാവില്ല. എന്നിട്ട് മേ പറിച്ചിക്കണോ പറിച്ചോണ്ടേക്കണോ. ചില ദിവസം സത്യത്തിന് പറിച്ചോണ്ടോവും ചെയ്യുവേ. ഓള് എണീക്കുമ്പോത്തിന് പറിച്ചോണ്ടോവും. ഇത് തിളപ്പിച്ച വെള്ളമല്ലല്ലോ കുപ്പിയിലാക്കിയത്. തിളപ്പിച്ച് അതാക്കിയത് റിയേക്കാരോ. തിളപ്പിച്ച വെള്ളം ആക്കലിട്ടേ പച്ചവെള്ളം കൊണ്ട് ചെയ്തിട്ടോ. തിളപ്പിച്ച വെള്ളം ഇഷ്ടമായിരുന്നല്ലോ അവിടെ. പച്ചവെള്ളം കുപ്പിയിലാക്കരുത്. പച്ചവെള്ളം മഞ്ഞപ്പിത്തൊക്കെ വരും. പച്ചവെള്ളം തിന്നാണ് ഈ മഞ്ഞപ്പിത്തം
ടൈഫോയിഡ് ഒക്കെ വരിക. അതേമാതിരി വയറിളക്കം, വയറുവേദന ഒക്കെ വരും പെട്ടെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒന്നുമില്ല, വീഡിയോ ഒന്നുമില്ല. മുട്ട ആംബ്ലേറ്റ് അടിച്ചാൽ ചോറുന്നാ കടന്നുറങ്ങുക. എന്ത് മുട്ട ആംബ്ലേറ്റ് അടിച്ചാൽ ചോറുന്നാ കടന്നുറങ്ങുക. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, ചിക്കനും അല്ലെങ്കിൽ ഞാൻ പറയാ കോഴിയോ കോഴിയും ചിക്കനൊന്നും ഒന്ന് തന്നെയാണല്ലേ, മീനൊന്നും ഇല്ലാതെ പറ്റൂല. അപ്പൊ ഇന്ന് നല്ല മമ്പയർ വെച്ചുകാണ്ടില്ലേ എന്താ ഉപ്പേരി ഞാൻ ഉണ്ടാക്കീന്, അതുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്താ പറയാ, കുറച്ച് നമ്മള് വർത്താനം പറഞ്ഞങ്ങാണ്ടൊക്കെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കുക്കിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ മുട്ട ആംപ്ലേറ്റ് അടിക്കുന്നത് ഷാജി അടിക്കും, എന്നിട്ട് കഴിക്കും. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഷാജിയെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ എന്നാൽ ബൈ.